ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 25ാമത് ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലെത്തി. നാളെയാണ് ഉച്ചകോടി ആരംഭിക്കുന്നത്. 2 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്നിവർക്കൊപ്പം മറ്റ് ലോക നേതാക്കളും പങ്കെടുക്കുന്നുണ്ട്. സുരക്ഷ, സുസ്ഥിര വികസനം, കണക്ടിവിറ്റി, ആഗോള സഹകരണം തുടങ്ങി വിവിധ മേഖലകളിൽ ചർച്ചകൾ നടക്കും. 25 വർഷത്തെ സംഘടനയുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്ന ഉച്ചകോടി 10 വർഷത്തെ വികസന നയം രൂപീകരിക്കും. ഇത് 15ാം തവണയാണ് ചൈന SCO ഉച്ചകോടിക്ക് ആതിഥ്യമരുളുന്നത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആണ് ഉച്ചകോടിയുടെ അധ്യക്ഷൻ. 20 രാജ്യങ്ങളുടെയും 10 അന്താരാഷ്ട്ര സംഘടനകളുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ. 2 ദിവസത്തെ ജപ്പാൻ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ന് ചൈനയിലെത്തിയത്. പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത രാജ്യത്തിന്റെ പുരോഗതിക്കും അതിജീവനത്തിനും അനിവാര്യമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. സ്വാശ്രയ ഇന്ത്യയ്ക്ക് തന്ത്രപരമായ സ്വയംഭരണം സംരക്ഷിക്കാൻ കഴിയുമെന്ന് സർക്കാർ വിശ്വസിക്കുന്നതായും ന്യൂഡൽഹിയിൽ നടന്ന പ്രതിരോധ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വളർന്നുകൊണ്ടിരിക്കുന്ന തദ്ദേശീയ പ്രതിരോധ ശേഷിയുടെ തിളക്കമാർന്ന ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും ശ്രീ സിംഗ് അഭിപ്രായപ്പെട്ടു. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ ആദ്യപാദ വളർച്ചാ നിരക്കുകളെ സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രിമാർ സുസ്ഥിരവും ഊർജ്ജസ്വലവും നവീകരണത്താൽ നയിക്കപ്പെടുന്നതുമായ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ആദ്യപാദത്തിലെ വളർച്ചാ നിരക്കുകളെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അഭിപ്രായപ്പെട്ടു. പരിഷ്കാരങ്ങളും പ്രതിരോധ ശേഷിയും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ആഗോള വളർച്ചാ എഞ്ചിനാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ വിശേഷിപ്പിച്ചു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചാ നിരക്ക് 7.8% ഉയർന്നത് ഊർജ്ജ ഉപഭോഗത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അഭിപ്രായപ്പെട്ടു. മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിലെ ആദ്യപാദ വളർച്ചാ നിരക്കുകളെ സ്വാഗതം ചെയ്ത് സാമ്പത്തിക വിദഗ്ധർ കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വ്യക്തമായ വളർച്ചാ പുരോഗതിയാണ് കാർഷിക മേഖലയിലും സേവന മേഖലയിലും ഉണ്ടായതെന്ന് സാമ്പത്തിക വിദഗ്ധ ശ്രീമതി മേരി ജോർജ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഇന്ത്യയുടെ GDP 7.8% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയും സേവന മേഖലയുമാണ് ഈ 7.8% വളർച്ചാ നിരക്കിലേക്ക് ഉയർത്തിയിരിക്കുന്നത്. കാർഷിക മേഖലയിലെ ഈ പ്രാവശ്യം 3.5%-ലധികം വളർച്ച നേടിയിരിക്കുന്നു. അതിനേക്കാൾ മെച്ചപ്പെട്ടതായിരുന്നു സേവന മേഖലയുടെ വളർച്ചാ നിരക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കൊല്ലത്ത് വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. തേവള്ളിയിൽ മൻ കി ബാത് പ്രക്ഷേപണത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിലടക്കം യുവ നൈപുണ്യ ശക്തി വികസിപ്പിക്കുന്നതിൽ NIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 21ാം ബിരുദദാന ചടങ്ങിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. $5 ബില്യൺ വിദേശ സഹായം വെട്ടിക്കുറയ്ക്കാൻ നീക്കം നടത്തി ട്രംപ് ഭരണകൂടം. 15 അന്താരാഷ്ട്ര പരിപാടികൾക്കുള്ള ധനസഹായം തടഞ്ഞുവെക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസനെ അറിയിച്ചതായി വൈറ്റ് ഹൌസ് പറഞ്ഞു. അന്താരാഷ്ട്ര സമാധാന പരിപാലന പ്രവർത്തനങ്ങൾക്കായുള്ള $800 ദശലക്ഷം ധനസഹായമടക്കമാണ് തടയാൻ തീരുമാനിച്ചിട്ടുള്ളത്. സംഘർഷം, ദാരിദ്ര്യം, കാലാവസ്ഥാ ദുരന്തങ്ങൾ എന്നിവ കാരണമുള്ള കോളറ കേസുകളിലെ വർധനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് ലോകാരോഗ്യ സംഘടന. ഈ വർഷം ജനുവരി മുതൽ ഓഗസ്റ്റ് പകുതി വരെ 31 രാജ്യങ്ങളിലായി 4 ലക്ഷത്തിലധികം കേസുകളും 4738 മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ ജാഗ്രത കർശനമായി തുടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാനുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ ക്യാമ്പയിനിന് തുടക്കമായി. വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളും ജലസംഭരണ ടാങ്കുകളും വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾ നാളെയുമുണ്ടാകും. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന്റെ വിയ്യപുരം ചുണ്ടൻ ജേതാക്കളായി. പുന്നമട ബോട്ട് ക്ലബിന്റെ നടുഭാഗം 2ാം സ്ഥാനം കരസ്ഥമാക്കി. മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലായിരുന്നു ഫിനിഷിംഗ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ മേൽപ്പാടം ചുണ്ടൻ 3ാം സ്ഥാനം നേടി. കോഴിക്കോട് വയനാട് അതിർത്തിയിലെ ആനക്കാംപൊയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നിർവഹിക്കും. താമരശ്ശേരി ചുരത്തിന് ബദലായാണ് 8.73 കിലോമീറ്റർ നീളമുള്ള 4-വരി തുരങ്കപാത നിർമ്മിക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.